ഏപ്രിൽ 8 മംഗലവാർത്ത തിരുനാൾ. എല്ലാ വർഷവും മാർച്ച് 25-നാണ് സഭ മംഗലവാർത്ത തിരുനാൾ ആഘോഷിക്കുക. ഈസ്റ്റർ ഉൾപ്പെടെയുള്ള കടമുള്ള തിരുനാളുകൾ അടുത്തടുത്ത നാളുകളിലായിരുന്നാൽ അത് ഏപ്രിൽ 8 മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ദാവീദ് ഗോത്രത്തിൽപ്പെട്ട യോവാക്കിമിൻ്റെയും അന്നയുടെയും മകൾ മറിയത്തിൽ നിന്ന് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്യുമെന്ന സന്ദേശമാണ് ഇന്നത്തെ തിരുനാളിൻ്റെ അടിസ്ഥാനം. ഗബ്രിയേൽ ദേവദൂതൻ കന്യകാമറിയത്തെ സമീപിച്ച് അഭിവാദനം ചെയ്തു. നന്മ നിറഞ്ഞവളെ സ്വസ്തി, സ്ത്രീകളിൽ അനുഗ്രഹീതേ, കർത്താവ് നിന്നോടുകൂടെ. ദൈവദൂതൻ്റെ വാക്കുകൾ കേട്ട് അവൾ അസ്വസ്ഥയായി. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്തെന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട, ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ആ ശിശുവിന് യേശു എന്ന് പേരിടണം. അവിടുന്ന് മഹാനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവമായ കർത്താവ് പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവിടുത്തേക്ക് നൽകും. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവിടുന്ന് എന്നേക്കും രാജാവായി വാഴും. അവിടുത്തെ രാജ്യത്തിന് അന്ത്യമില്ലായിരിക്കും. അപ്പോൾ മറിയം ദൈവദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൈവദൂതൻ പ്രതിവചിച്ചു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ പ്രവർത്തിക്കും. തന്നിമിത്തം നിന്നിൽ നിന്നുത്ഭവിക്കുന്ന പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്നറിയപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ഉടനെ മറിയം പ്രതിവചിച്ചു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൻ്റെ സൃഷ്ടികളിലൊന്നിൻ്റെ അനുവാദം തേടി കാത്തു നിൽക്കുന്നു. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകതയെ തേടുക കൂടിയാണ് ദൈവം ചെയ്യുന്നത്. ദൈവപുത്രൻ്റെ ഭൗമിക ജീവിതാരംഭത്തിന് 2 സമ്മതങ്ങളുണ്ട്, ക്രിസ്തുവിൻ്റെയും മറിയത്തിൻ്റെയും. ദൈവപുത്രൻ്റെ അനുസരണം മാതാവിൻ്റെ അനുസരണത്തിൽ പ്രതിഫലിക്കുന്നു. 2 സമ്മതങ്ങളുടെ കൂടിക്കാഴ്ചയിലൂടെ ദൈവത്തിന് ഒരു മനുഷ്യമുഖം സ്വീകരിക്കുന്നതിന് സാധിക്കുന്നു. ദൈവത്തോടുള്ള അനുസരണമാണ് ലോകത്തിൻ്റെ വാതിലുകളെ സത്യത്തിലേക്കും രക്ഷയിലേക്കും തുറക്കുന്നത്. ദൈവഹിതത്തോട് പൂർണ്ണ കൂട്ടായ്മ ഉണ്ടാകുന്നതിനായി മനുഷ്യഹിതത്തെ ഉയർത്തുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. തൻ്റെ ഭൗതിക നാമത്താലല്ല, മറിച്ച് ദൈവകൃപ നിറഞ്ഞവൾ എന്ന ദൈവിക നാമത്താലാണ് മറിയം അഭിസംബോധന ചെയ്യപ്പെടുന്നത്. കൃപയെന്നത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയായതിനാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൾ എന്ന് നമുക്ക് ഈ വിശേഷണത്തെ വ്യാഖ്യാനിക്കാം. ഈ വിശേഷണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിസ്തുലമാണെന്ന് ഒരിജിൻ സാക്ഷിക്കുന്നുണ്ട്. തൻ്റെ ഉദരത്തിൽ ക്രിസ്തുവിനെ ശാരീരികമായി ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഹൃദയത്തിൽ മറിയം ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഗർഭം ധരിച്ചുവെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു. നമ്മുടെ വിശ്വാസത്തെ സ്നേഹത്തിൽ സൃഷ്ടിപരവും ഫലദായകവുമാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അടുക്കലേക്ക് ദൈവം ആഗതമാകുന്ന മനുഷ്യാവതാര രഹസ്യം ഓരോ മനുഷ്യജീവൻ്റെയും അതുല്യമായ അന്തസ്സിനെ വിവരിക്കുന്നുണ്ട്. വചനം എസെക്കിയേൽ 34-ാം അധ്യായം 31-ാം വാക്യം. നിങ്ങൾ എൻ്റെ ആടുകളാണ്, എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ. ഞാനാണ് നിങ്ങളുടെ ദൈവം, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. വിചിന്തനം. അത്യുന്നതമായ ദൈവമാതൃസ്ഥാനം മറിയം അഗാധമായ എളിമയോടെ സ്വീകരിച്ചത് ചിന്തിക്കുക. സന്തോഷത്തിലും സങ്കടത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുവാൻ നമുക്ക് സന്നദ്ധരാകാം.